നമസ്കാരം. മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇസ്രയേലും ഒക്കെ ഭയപ്പെടുന്നത് സംഭവിക്കുന്നോ എന്നുള്ള ഒരു ആശങ്ക ഇപ്പോൾ ഉയരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാനുമായി ചർച്ച നടത്തിയെന്നുള്ള വിവരം പുറത്തു വന്നതോടുകൂടിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അലാസ്കയിൽ ചർച്ച നടന്നതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെയാണ് അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് പുടിൻ ഇറാൻ പ്രസിഡന്റുമായി ചില സംഭാഷണങ്ങൾ നടത്തി. ഒരു ഫോൺ കോൾ സംഭാഷണം ഉണ്ടായി എന്നുള്ള ഒരു വിവരം പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ഭയക്കുന്നത്, മുൻപ് ഇറാൻ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു, അതായത് ഇറാനിൽ റഷ്യയുടെ സൈനിക താവളം വരും എന്നുള്ളത്. ആ ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ റഷ്യയും ഇറാനും എത്തുന്നോ എന്നുള്ളൊരു സംശയമാണ് ഉടലെടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ഭീതി മുന്നിൽ നിൽക്കുമ്പോൾ ഇനിയും കടുംപിടുത്തം പിടിക്കാൻ കഴിയുമോ ട്രംപിന് എന്നുള്ളതാണ് ഇറാന്റെ വിഷയത്തിൽ. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോകക്രമത്തിൽ പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യം. കാരണം ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ട്രംപ് പരസ്യമായി റഷ്യയുമായും ഉത്തര കൊറിയയുമായും സൗഹൃദം സ്ഥാപിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതേസമയം തന്നെ ചൈനയ്ക്കും ഇറാനും മേൽ വെവ്വേറെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഇപ്പോൾ പ്രാവശ്യം വന്നു കഴിയുമ്പോൾ പറഞ്ഞിരുന്നു യുക്രൈനിലെ റഷ്യയുടെ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതി നിയന്ത്രിക്കുമെന്നും പറഞ്ഞിരുന്നു. US-ന്റെ സൈന്യം കെട്ടിപ്പടുക്കുന്നതിനോടൊപ്പം തന്നെ ചൈനയെ നേരിടുമെന്നും പ്രതിജ്ഞ എടുത്തിരുന്നു. പക്ഷേ അധികാരത്തിൽ വന്ന് കുറച്ച് കഴിഞ്ഞതോടുകൂടി ട്രംപ് ഒന്ന് ചുവട് മാറ്റി യുക്രൈനെ കൈവിട്ടതായാണ് കാണുന്നത്. അന്ന് പറഞ്ഞിരുന്നത് യുക്രൈനെ ഒപ്പം നിന്നുകൊണ്ടാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ യുക്രൈനെ പതുക്കെ കൈവിട്ടതായിട്ടാണ് ഇപ്പോൾ നമുക്ക് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു പുതിയ കൂട്ടുകെട്ട് ഉണ്ടാകുന്നു. റഷ്യ ഇറാൻ കൂട്ടുകെട്ടാണ് ഇവയിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. അതേസമയം US-ന് ഇറാൻ വഴങ്ങില്ല എന്ന് ഖമനേയി പറയുന്നുണ്ട്. കാരണം യൂറോപ്യൻ വൻശക്തികളുമായി ചർച്ച പുനരാരംഭിക്കാമെന്ന് ഇറാൻ സമ്മതിച്ചു എന്നൊരു വാർത്ത വന്നു. അതേസമയം തന്നെ ഖമനേയി പറഞ്ഞത് US-നെ അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, അവരുടെ സമ്മർദ്ദത്തിനൊന്നും ഞങ്ങൾ ഒപ്പം നിൽക്കില്ല എന്ന് ഖമനേയി പറയുന്നു. അപ്പോൾ ജൂണിൽ ഇസ്രയേൽ ഇറാൻ ആക്രമിച്ചപ്പോൾ ഒമാന്റെ മധ്യസ്ഥതയിൽ US-മായി ഇറാൻ നടത്തി വന്നിരുന്നത് ആണവ ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ ഇറാൻ ഇസ്രായേൽ ആക്രമണം നടന്നതോട് കൂടിയിട്ട് ആ ആണവ ചർച്ച നിർത്തിവെച്ചു. അപ്പോൾ അന്ന് പറഞ്ഞിരുന്നത് ആണവ ചർച്ചയിൽ പറഞ്ഞിരുന്നത് ഇറാൻ ഒരിക്കലും ആണവ ആയുധം ഉണ്ടാക്കില്ല എന്ന രീതിയിലുള്ള ചർച്ചയാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇപ്പോൾ പക്ഷേ ഖമനേയി പറയുന്നത് ആണവ വിഷയത്തിൽ മാത്രമല്ല ഒരു വിഷയത്തിലും US-ന് ഇറാൻ ഇനി ഒരിക്കലും വഴങ്ങിക്കൊടുക്കില്ല എന്ന് പറയുന്നു. കാരണം അവർക്ക് ആവശ്യം, അല്ലെങ്കിൽ US-ന് ആവശ്യം, ഇറാൻ എപ്പോഴും വിധേയ രാജ്യമായി നിൽക്കണം. അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഞങ്ങളുടെ ശക്തിയെ കുറിച്ച് അറിയാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും US-മായി നടത്തിയിട്ടുള്ള ഒരു അനുകൂലമായി അവർക്ക് പറയുന്നത് അനുസരിച്ച് കൊണ്ടുള്ള മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അത് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നവർ എല്ലാവരും പുറമോടികൾ മാത്രമേ കാണുന്നുള്ളൂ. ഇറാന്റെ യഥാർത്ഥ ശക്തി എന്താണ് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയില്ല. എന്ന് വെച്ചാൽ US ഇനി വഴങ്ങും എന്ന് പറയില്ല. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇറാൻ ഒരിക്കലും അമേരിക്കയുമായി കൂട്ടുകൂടുന്നില്ല. അതേസമയം തന്നെ ഇറാനും റഷ്യയുമായിട്ടൊരു കൂട്ടുകെട്ട് പുതുതായിട്ട് വരികയും ചെയ്യുന്നു. ശരിയാണ്. നമ്മൾ ഇതിനു മുൻപും ഇറാനും റഷ്യയും തമ്മിലുള്ള കൂട്ടുകെട്ടുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അന്നൊന്നും ഒരു ആണവ സഹകരണത്തിലേക്ക് തയ്യാറെടുക്കുന്ന ഒരു റഷ്യയെ നമ്മൾ കണ്ടിട്ടില്ല. അതായത് ഇറാനെ ആണവ പരീക്ഷണങ്ങളിൽ സഹായിക്കും എന്നുള്ള പ്രസ്താവനകളൊന്നും ഇതിനു മുൻപ് റഷ്യ അങ്ങനെ നടത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പുടിന്റെ ഒരു നിലപാട്, ഞങ്ങൾ സഹായിക്കും, അവർ ആണവ സഹായം ഞങ്ങളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ സഹായിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിനെ തകർക്കാൻ ആർക്കും കഴിയില്ല. ഇത് മാത്രമല്ല, അമേരിക്കയും ഇസ്രയേലും ഒക്കെ ഇറാനുമായി യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന സമയത്തും പുടിന്റെ നിലപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് തിരിച്ചടിക്കാൻ ഇറാന് അവകാശമുണ്ട്. അവരുടെ മണ്ണ് സംരക്ഷിക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. ആയുധങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെ ആണവ സഹകരണം ആവശ്യപ്പെട്ടാൽ അത് ഞങ്ങൾ ചെയ്തു കൊടുക്കുമെന്നുള്ള ആ ഒരു പ്രസ്താവന നിസ്സാരമായി കാണാൻ കഴിയുന്നതല്ല. നമുക്കറിയാം, ഏറ്റവും വലിയ ആണവരാഷ്ട്രങ്ങളിൽ ഒന്നാണ് റഷ്യ. അവരുടെ പക്കൽ ഇല്ലാത്ത ആണവായുധം ഒന്നും തന്നെയില്ല.
അപ്പോൾ അമേരിക്കയേക്കാൾ കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യമാണ് റഷ്യ, അതും നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന ആണവ സഹകരണം എന്നുള്ളത് ഏതൊക്കെ രീതിയിലായിരിക്കാം എന്നുള്ള ഒരു ചോദ്യം ശക്തമാകുന്നുണ്ട്. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞർ പ്രബലരാണ്. അവരുടെ തലയ്ക്കുള്ളിലുള്ള ആ ഒരു ബുദ്ധിയും ശക്തിയും അത് ഇറാനിലേക്ക് എത്തുന്നുണ്ടോ? അതായത് ആണവ സഹകരണത്തിൽ പരീക്ഷണങ്ങൾ നടത്താൻ ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞർ ടെഹ്റാനിൽ എത്തുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ രീതിക്കാണോ, അതോ ആണവായുധങ്ങൾ കൊടുത്ത് സഹായിക്കുമെന്നാണോ, അതോ പരീക്ഷണങ്ങൾക്ക് വേണ്ട യുറേനിയം കൊടുക്കുമെന്നാണോ? അത്തരത്തിലുള്ള പല ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭീതി ഇസ്രയേലിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ട്രംപ് ആകട്ടെ ഒരു നിലപാടും ഇതിൽ കൃത്യമായി പറയുന്നുമില്ല. അല്ലെങ്കിൽ ഇറാനെ ആണവ കരാറിൽ ഒപ്പുവെപ്പിക്കാം എന്നുള്ള ഒരു ശക്തമായ നീക്കത്തിലേക്ക് ട്രംപിന് എത്താൻ കഴിയുന്നില്ല. മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ നൊബേൽ സമ്മാനത്തിന്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ട്രംപ് പലരോടും ഇപ്പോൾ മറ്റേ കർത്താവിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ശാന്തത പാലിക്കൂ, സമാധാനം പാലിക്കൂ എന്നൊക്കെ പറയുന്ന ഒരു കോമഡി ആയിട്ടുള്ള ട്രംപിനെ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും വഴങ്ങി കൊടുക്കേണ്ടി വരുന്ന ഗതികെട്ട ഒരു ട്രംപിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് ഹൗസിൽ അന്ന് സെലൻസ്കിയെ ചീത്ത വിളിച്ച ട്രംപ് ഇപ്പോൾ സെലൻസ്കി ചീത്ത വിളിച്ചാലും മിണ്ടാതിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഒരു കരണത്തടിച്ചാൽ മറുകരണവും കൂടി കാണിച്ചു കൊടുക്കാൻ തയ്യാറാകുന്ന ട്രംപിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു അവസരമാക്കാൻ ഇറാൻ എന്തായാലും തയ്യാറാകും. അതായത് ഇറാന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു ട്രംപ് ഇനി വലിയ രീതിയിൽ ഈ യുദ്ധങ്ങൾക്കകത്തൊന്നും തലയിടാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇത് തങ്ങൾക്ക് അവസരമാണ്. ഇസ്രയേലിന് തനിയെ ഇറാനെ ആക്രമിക്കാൻ പരിമിതികളുണ്ട്. നമ്മൾ പറഞ്ഞു ഭൂഗർഭ ബങ്കറുകൾക്കുള്ളിലൊക്കെയാണ് ഇവരുടെ ആണവ കേന്ദ്രങ്ങളുള്ളത്. അത് ആക്രമിക്കണമെങ്കിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വേണം. അത് അമേരിക്കയുടെ പക്കലാണ്. അമേരിക്ക സഹായം ചെയ്യണം. അപ്പോൾ അമേരിക്ക ഇനി ആ തോതിൽ ഒരു സഹകരണത്തിന് തയ്യാറാകുമോ? കാരണം ആ ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ചു കഴിഞ്ഞാൽ ഇറാൻ തീർച്ചയായും തിരിച്ചടിക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഗതികെട്ട് ഇതിനകത്തിലോട്ട് വന്നു ചേരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ മൗനം പാലിക്കുക, അല്ലെങ്കിൽ ഇവരെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കി സമാധാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഈ നോഹയുടെ പെട്ടകം നമ്മൾ കേട്ടിട്ടില്ലേ? എല്ലാം ഉണ്ട് അതിനകത്തില്ല. ഇതിനെല്ലാം കൊണ്ടുപോവുകയും വേണം. ആ ഒരു അവസ്ഥയിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ പക്ഷേ ഇസ്രയേലിന് മുന്നിലുള്ള രണ്ട് വെല്ലുവിളികൾ, ഇത് ഇസ്രയേലിന് മാത്രമല്ല അമേരിക്കയ്ക്ക് മുന്നിലുള്ള വലിയ രണ്ട് വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഇറാൻ റഷ്യ ബന്ധം കൂടുതൽ ദൃഢമാകുന്നു എന്നുള്ളത്. ഇറാൻ റഷ്യ ബന്ധം കൂടുതൽ ദൃഢമായാൽ മറ്റൊരു കാര്യമുണ്ട്, ഉത്തര കൊറിയ എത്തും. ഈ ഒരു അച്ചുതണ്ടിലേക്ക് ഉത്തര കൊറിയ എത്തും. ഉത്തര കൊറിയ എത്തിക്കഴിഞ്ഞാലും പ്രതിസന്ധി രൂക്ഷമാണ്. ഉത്തര കൊറിയയ്ക്ക് ട്രംപ് എന്നില്ല, ആരെ വേണേലും എനിക്ക് പുല്ലാണെന്ന് പറഞ്ഞുകൊണ്ട് കളത്തിലിറങ്ങുന്ന ആളാണ്. പിന്നീടുള്ള പേടി എന്ന് പറയുന്നത് ആണവ പരീക്ഷണവും അതുപോലെ തന്നെ ഇറാനിൽ റഷ്യയുടെ സൈനിക താവളം വരുമോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു സൈനിക താവളത്തിനാണ് നീക്കം നടത്തുന്നതെങ്കിൽ അതിനു മുൻപ് തന്നെ, അത് സാധ്യമാകുന്നതിന് മുൻപ് തന്നെ ഇറാനിൽ കയറിയടിച്ച ആണവ കേന്ദ്രങ്ങളെല്ലാം തകർത്ത് യുറേനിയം മുഴുവൻ തകർത്ത് തകർക്കേണ്ട ഒരു ഗതികേടിലേക്ക് വലിയൊരു ജോലിഭാരം ഇസ്രയേലിന് മേലെ വരികയാണ്. അപ്പോൾ ഇതിനെല്ലാം എങ്ങനെ നേരിടണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഗാസ വിഷയത്തിലൊക്കെ മൗനം പാലിക്കുന്ന ട്രംപിനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഹൂതികളുടെ യമനിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയപ്പോഴും ഒരക്ഷരം ട്രംപ് മിണ്ടുന്നത് നമ്മൾ കണ്ടില്ല. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഉൾവലിയാൻ തന്നെയാണ് ട്രംപിന്റെ തീരുമാനം. ഇസ്രയേലിന് ഇനി അമേരിക്കയുടെ സഹായം കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയും വേണ്ട. അപ്പോൾ ഇനി അധികാരത്തിൽ വരാനും പോകുന്നില്ല ട്രംപ്. അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇസ്രയേലിന് തനിയെ ഇതിനെ നേരിടേണ്ടി വരും, ഇറാനെ നേരിടേണ്ടി വരും. അപ്പോൾ ഈ സൈനിക ഇറാനെ മാത്രം പോരാ, റഷ്യയുണ്ട് അപ്പുറത്ത്. അത് അവിടെയും പരിമിതിയാണ്. റഷ്യക്ക് ഇപ്പോൾ ഇറാനെതിരെ ആക്രമണം നടത്തുന്നത് പോലെ തന്നെ റഷ്യയുടെ സഹായം ഇറാന് കിട്ടിക്കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല ഇസ്രയേലിനെ ആക്രമിക്കുക എന്നുള്ളത്. സൈനിക താവളം വന്നാലത്തെ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അവിടേക്കൊരു ആക്രമണം നടത്താൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. ഇസ്രയേലിന്റെ സൈനിക താവളത്തിനോ അല്ലെങ്കിൽ സൈനികർക്കോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പുടിൻ വെറുതെ ഇരിക്കില്ല. അങ്ങനെ വലിയ മൊത്തം അടികിട്ടിയിരിക്കുന്നത് ഇസ്രയേലിനാണ്. ഈ വിഷയത്തിൽ ഇറാനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. കാരണം ഇപ്പോൾ ആഗോള ശക്തികൾക്കിടയിലെ മാറുന്ന സമവാക്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലോകം ശ്രദ്ധിക്കുന്നത് തന്നെ. ആ സമവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് റഷ്യ ഇറാൻ സൗഹൃദം. ഇത് എടുത്തു കാണിക്കുന്നതാണ് അലാസ്കയിലെ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ
ഇവിടെ വിളിച്ച് ഇറാനിലേക്ക് വിളിച്ചിട്ട് നടത്തിയ സൗഹൃദ സംഭാഷണം. അവിടെയാണ് കാണേണ്ട ഏറ്റവും സൗഹൃദ സംഭാഷണമാണത്. അവിടെ കാണേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് അപ്പോൾ അലാസ്കയിലെ ചർച്ച കഴിഞ്ഞതിന് ശേഷം പുടിൻ രണ്ടുപേരോടെ സംസാരിച്ചിട്ടുള്ളൂ. ഒന്ന് ഇന്ത്യയുമായിട്ടും രണ്ട് ഇറാനുമായിട്ടും. അപ്പോൾ ഈ രണ്ട് ശക്തികളുമായിട്ടേ പുടിൻ സംസാരിക്കാൻ തയ്യാറായുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചു. അതിനുശേഷം റഷ്യയും ഇറാനും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം, സാമ്പത്തിക ബന്ധം, സൈനിക ബന്ധം ഇതെല്ലാം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇറാനിൽ നിന്ന് ആയുധങ്ങളെല്ലാം തന്നെ റഷ്യയിലേക്കും പോയിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ പാശ്ചാത്യ ഉപരോധങ്ങൾക്ക് വിധേയരായ രണ്ട് രാജ്യങ്ങളാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്ക് റഷ്യയും ബാധകമാകുന്നുണ്ട്, ഇറാനും വലിയ തോതിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഉപരോധങ്ങളുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒന്നിച്ച് പരസ്പരം ആശ്രയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു തീരുമാനം വന്നാൽ അത് ഇസ്രയേൽ ഉൾപ്പെടെ പല രാജ്യങ്ങൾക്കും അതൊരു വലിയ വെല്ലുവിളി തന്നെയായിട്ട് നിൽക്കും. കാരണം ഇതിനൊപ്പം തന്നെ റഷ്യ അല്ലെങ്കിൽ ഉത്തര കൊറിയ കൂടി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചൈന ഏത് ഭാഗത്ത് നിൽക്കുമെന്നുള്ള പ്രശ്നം വരുന്നു. അപ്പോൾ ആ ഒരു പുതിയ രീതിയിലേക്ക് ലോകക്രമം മാറുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇറാന് റഷ്യയുടെ സഹായം ലഭിച്ചു കഴിഞ്ഞാൽ, പൂർണ്ണ പിന്തുണയുണ്ടെങ്കിൽ പശ്ചിമേഷ്യയിൽ വലിയ പൊളിച്ചെഴുത്താണ് വരാൻ പോകുന്നത്. പിന്നെ ഇറാൻ പ്രബല ശക്തിയാണ് പശ്ചിമേഷ്യയിൽ. ഈ പറയുന്നത് പോലെ തന്നെ ഇടയ്ക്കിടെ കയറി ഇസ്രയേലിനെ ആക്രമിക്കാനും കഴിയില്ല. റഷ്യക്ക് ഇറാനെ സഹായിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. ബാധ്യത എന്ന് പറയുന്നത് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ വലിയ രീതിയിൽ റഷ്യക്ക് മിസൈലുകൾ കൊടുത്ത് സഹായിച്ചത് ഇറാനാണ്. ഇറാന്റെ പക്കലാണ് ഏറ്റവും കൂടുതൽ മിസൈലുകൾ ഉള്ളത്. അപ്പോൾ അതൊക്കെ കൊടുത്ത് ഈ പറയുന്ന റഷ്യയെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ച് സഹായിക്കേണ്ടയും സഹകരിക്കേണ്ടയും ഉത്തരവാദിത്വം ഈ പറയുന്ന റഷ്യക്കുണ്ട്. അത് മാത്രമല്ല, ഇസ്രയേൽ ആയത്തുള്ള അലി ഖമനേയിയെ ലക്ഷ്യം വെച്ചുവെന്നും കൊല്ലാൻ തീരുമാനമെടുത്തു എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയല്ലോ. അന്ന് പുടിൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിന് നേരെ ഞങ്ങൾ കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടാക്കി എന്ന് പറയുന്നത് തന്നെ ഇസ്രയേൽ അത്തരത്തിലൊരു പ്രസ്താവന പോലും നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു വിമർശനമാണ്. ഖമനേയിയെ തൊട്ടേക്കരുത് എന്നുള്ള രീതിയിലൊരു മുന്നറിയിപ്പാണ് ഈ പറയുന്ന റഷ്യ കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇതുവരെ നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ ഇതുവരെയൊക്കെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ദൃഢമായ ബന്ധം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പൊതുമധ്യത്തിൽ ഇതുവരെ പറയാൻ ഇവരാരും തന്നെ തയ്യാറായിരുന്നില്ല. ഈ പറയുന്ന റഷ്യ ആണവ സഹകരണങ്ങളൊക്കെ ഇതിനു മുൻപ് ഇറാനുമായിട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അത് പരസ്യമായി പറയാൻ ഇവരാരും തയ്യാറായില്ല. പക്ഷെ ഇന്നിപ്പോൾ അത് പരസ്യമായി പറയാൻ തയ്യാറാകുമ്പോൾ, ഞങ്ങൾ ആണവ സഹായം ഇറാന് കൊടുക്കാൻ തയ്യാറാണ് എന്ന് റഷ്യ പറയുമ്പോൾ, അവിടെ മറ്റൊരു ലോകക്രമം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ചരടുവലി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനിടയിൽ പറയുന്നു, ഈ ടെലിഫോൺ സംഭാഷണത്തിൽ പെസഷ്കിയാൻ പറഞ്ഞു എന്ന് പറയുന്നു, ഞങ്ങൾ അങ്ങനെ ആണവായുധങ്ങൾ നിർമ്മിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളതൊന്നും ചെയ്യില്ല എന്ന് പുടിനോട് പറഞ്ഞതായിട്ട് ഇറാൻ പ്രസിഡന്റ് ഓഫീസ് വ്യക്തമാക്കി എന്നേ പറയുന്നുള്ളൂ. നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇറാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രസിഡന്റിന് അവിടെ വലിയ റോൾ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഖമനേയി പറയുന്നതാണ് അവിടുത്തെ അവസാന വാക്ക്. ഖമനേയിയുടെ ആവശ്യം ഇറാനെ ആണവരാഷ്ട്രമാക്കുക, അതോടൊപ്പം തന്നെ ഇതുവരെ ഇറാന്റെ ആണവശാസ്ത്രജ്ഞരെയും IRGCയുടെ തലവന്മാരെയും അതുപോലെ തന്നെ തന്റെ ഉപദേഷ്ടാക്കളെയും ഒക്കെ കൊലപ്പെടുത്തിയ ഇസ്രയേലിനെ അടിവതറിക്കുക എന്നുള്ളതാണ്. ഇതില് ഒരു കാര്യം കൂടിയുണ്ട്. ഇത് ഇങ്ങനെ പറഞ്ഞതിനൊപ്പം തന്നെ അടുത്ത സെന്റൻസ് എന്തായിരുന്നു അറിയോ? ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ അവകാശത്തെ പിന്തുണച്ചതിന് പെസഷ്കിയാൻ പുടിനോട് നന്ദി അറിയിച്ചു. അപ്പോൾ സഹായം ലഭിച്ചു എന്നുള്ളതാണ്. തന്നെയല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഇടയ്ക്കൊരു ചർച്ച നടത്തിയിരുന്നു, ഈ യുറേനിയം കാണാതെ പോയി എന്നുള്ളത്. 10 ബോംബ് ഉണ്ടാക്കാനുള്ള യുറേനിയം പോയിട്ടുണ്ട്. അതെവിടേക്കാണ് പോയത് എന്നുള്ള ചോദ്യമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അതിനുള്ള സഹായം റഷ്യയിൽ നിന്ന് കിട്ടിയോ എന്നുള്ള അല്ല, അത് ഉറപ്പാണല്ലോ. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഇറാന്റെ സമ്പുഷ്ടീകരണ അവകാശത്തെ പിന്തുണച്ചതിന് നന്ദി ആണ്. അപ്പൊ ഇറാന് അതിനുള്ള അവകാശമുണ്ട് എന്നും ആ അവകാശത്തിനെ റഷ്യ പിന്തുണച്ചിട്ടുണ്ടെന്നും അതിന് പെസഷ്കിയാൻ പുടിനോട് നന്ദി പറഞ്ഞു എന്നും പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ് എന്താണ് ഇവർ തമ്മിലുള്ള അന്തർധാര എന്നുള്ളത്. ബാക്കി ഞങ്ങളിത് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു എന്നുള്ളതിലൊന്നും തന്നെ യാതൊരു കാര്യവും ഇല്ല. അവർ പറഞ്ഞ ആ ഒരു സെന്റൻസിൽ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടെലിഫോൺ സംഭാഷണത്തിൽ ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനുള്ള താല്പര്യവും അറിയിച്ചിട്ടുണ്ട്. ചൈനയിൽ നടക്കാനിരിക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്താൻ നേതാക്കൾ തീരുമാനിച്ചിട്ടുമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചൈനയുമായിട്ടും ബന്ധമുണ്ടാകാൻ പോകുന്നു. അപ്പോൾ ഈ വൻ കക്ഷികളെല്ലാം കൂടിയും ഒരുമിച്ച് ഒരു ബെൽറ്റിൽ ഒതുങ്ങാൻ പോകുന്നു. അതിൽ അപ്പുറത്ത് നിൽക്കുന്ന ഒരു അമേരിക്കയും ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു ഇസ്രയേലും. പക്ഷെ നടുവിൽ ഇവരെല്ലാവരും കൂടി ഒരുമിക്കുകയാണെങ്കിൽ
ആ ലോകക്രമം എന്ന് പറയുന്നത് ഇതുവരെ കണ്ടതിനേക്കാൾ ശരിക്കും ഒരു പൊളിച്ചെഴുത്ത് തന്നെ അവിടെ നടക്കാനാണ് സാധിക്കുന്നത്. കാരണം റഷ്യ, ചൈന, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള സഹകരണം ദൃഢമാക്കുന്ന ധാരണ വന്നു കഴിഞ്ഞാൽ പാശ്ചാത്യ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു ബഹുകേന്ദ്ര ലോകക്രമം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യങ്ങൾക്ക് ഈ ഉച്ചകോടി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു സുപ്രധാന വേദിയായിട്ട് മാറും. ചൈനയിൽ നടക്കുന്ന ഈ ഷാങ്ഹായിൽ നടക്കുന്ന ഉച്ചകോടി അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണ് പുതിയ ലോകക്രമം, ഇനി എന്താണ്, ആരാണ് യഥാർത്ഥ നേതാവ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പുടിനാണോ അതോ ട്രംപാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിലിപ്പോൾ ട്രംപാണെന്ന് തോന്നുന്നതേ ഇല്ല. കാരണം പുടിൻ ഇപ്പോൾ ഇതുവരെ അധികം സംസാരിക്കാത്ത പുടിൻ അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അലാസ്കയിൽ കണ്ടതാണ്. ഈ പറയുന്ന ട്രംപ് അവിടെ വാവിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും പുടിൻ അധികം സംസാരിച്ചില്ല. പക്ഷെ സംസാരിച്ചില്ലെങ്കിൽ തന്നെ തന്റെ ഭാഗമാണ് ജയിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടാണ് അലാസ്കയിൽ നിന്ന് പോയത്. അതുകൊണ്ടാണ് പിന്നീട് സെലൻസ്കിയെ വിളിച്ച് ട്രംപിന് ചർച്ച നടത്തേണ്ടി വന്നത്, മോസ്കോയിലേക്ക് ചർച്ചയ്ക്ക് പോകാനിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പുടിൻ്റെ രീതികൾ നമ്മൾ കണ്ടതാണ്. അവിടെ ഒന്നുമല്ലാതായി പോകുന്ന ട്രംപിനെ നമ്മൾ കണ്ടു. അപ്പോൾ ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ UN ഇറാനെതിരെ പല വിമർശനങ്ങൾ വരും. ഇറാനെ കൂടുതൽ ഉപരോധത്തിലാക്കാനുള്ള നീക്കങ്ങൾ വരും. അപ്പോഴൊക്കെ അതിനെ വീറ്റോ ചെയ്യാൻ റഷ്യക്ക് കഴിയും. അപ്പോൾ UN ഈ പറയുന്ന ഒരു പുതിയ ക്രമം വരാൻ പോകുകയാണോ? ഇറാനെ പല കാര്യങ്ങളിലൊക്കെ ഇറാനെ പിന്തുണയ്ക്കാതെ മാറി നിന്ന ഒരു റഷ്യ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ആ കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്നുള്ള ഒരു നിലപാടിലേക്ക് കൂടി എത്തിക്കഴിഞ്ഞാൽ UN ഇറാനെ തൊടാൻ പരിമിതികൾ വരികയാണ് ഈ പറയുന്ന അമേരിക്കയ്ക്ക്. ചൈനയും ഈ പറയുന്ന ഇറാനെ തള്ളിക്കളയാൻ സമ്മതിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ചധികം പൊളിച്ചെഴുത്തുകൾ കൂടി വരുന്നു എന്നുള്ളതാണ്. എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത്? ഇനിയും നോബൽ സമ്മാനത്തിന് വേണ്ടി കടിച്ചു പിടിച്ച് കിടക്കുകയാണോ ട്രംപ് എന്നുള്ള ഒരു ചോദ്യവും കൂടി വരികയാണ്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിന്റെ ഒക്കെ ഒരു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഒരു ചിത്രം കിട്ടും.